യാമ്പുവിൽ രാത്രി മാത്രം തുറക്കുന്നൊരു ചന്തയുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ചന്തക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ ഇടത്തിനും വലിയ പ്രത്യേകതയുണ്ട്. പഴയ കാലത്തെ വലിയ രീതിയിലുള്ള ഒരു വ്യാപാര ഇടം കൂടിയായിരുന്നു ഇത്. ഇതിന് തൊട്ടായിട്ടൊരു പോർട്ടുണ്ട്. ഈ പോർട്ടിലേക്കായിരുന്നു ഇന്ത്യ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പല സാധനങ്ങൾ ഇവിടെ വന്നിരുന്നു. ഇവിടെ അതിൻ്റെ വിനിമയം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ രാത്രി മാത്രം തുറക്കുന്ന ഒരു മാർക്കറ്റും ഇവിടെ ഉണ്ട്. ആ മാർക്കറ്റ് ഇപ്പോൾ പഴയ അതേ പ്രതാപത്തോടു കൂടി അതല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ചരിത്ര അവശേഷിപ്പുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ രാത്രി മാർക്കറ്റിൻ്റെ ഈ ഒരു ചരിത്ര ഇടത്തിൻ്റെ വിശേഷങ്ങളാണ്, കഥയാണ് പറയാൻ പോകുന്നത്. പുരാതന കാലം മുതലേ മക്കയിലേക്കും പിന്നീട് സൗദിയിലേക്കുമുള്ള പ്രധാന തുറമുഖം. ഇന്ത്യയിൽ നിന്നടക്കം നിരവധി കപ്പലുകൾ ഇവിടെ ചരക്കുമായി വന്നിരുന്നു. ഹജ്ജിനും ഉംറക്കുമായി തീർത്ഥാടകർ വന്നിറങ്ങിയ തുറമുഖങ്ങളിലൊന്നും ഇവിടെയായിരുന്നു. അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പണ്ട് കാലത്ത് ഈ ചന്ത നിർമ്മിച്ചത്. സൂഖ് അൽ-ലൈൽ എന്നാൽ രാത്രി ചന്ത എന്നാണ് വാക്കർത്ഥം. ഇത് ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസാണ്. നല്ലൊരു ഇതാണ്. പഴയ എല്ലാ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ പഴയ കാലത്തുള്ള എല്ലാ ഇതൊന്നും അതേ ലെവലിൽ കൊണ്ടു നടക്കാനാണ് നല്ല രീതിയിൽ. പിന്നെ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഒരു മഴയൊക്കെ വന്ന് ഇവിടെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം മോഡിഫൈ ചെയ്ത് ഇപ്പോൾ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയിരിക്കുകയാണ്. പരമ്പരാഗത രീതിയിലാണ് ചന്തയുടെ പ്രവർത്തനം. പഴമ വിളിച്ചോതുന്ന നിർമ്മിതി, പഴയകാല വസ്ത്രങ്ങളും ഭക്ഷണ വൈവിധ്യങ്ങളും, എന്തിന് ഉണക്കമീൻ വരെ ഇവിടെ സുലഭമാണ്. യാമ്പുവിന്റെ മുഴുവൻ ചരിത്രം പറയുന്ന മ്യൂസിയവും കാണാം. ചരിത്രമുറങ്ങുന്ന ഈ പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ നിയാസ് യൂസഫ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നിർമ്മിതിയുടെ പ്രത്യേകതകളാണ് നിയാസ് യൂസഫ് പറയാൻ പോകുന്നത്. ഈ സനൂസി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രധാന പ്രാധാന്യമുള്ള ഒരു സംഭവമുണ്ട്. സനൂസി എന്നറിയപ്പെടുന്നത് അവരുടെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഒരു മസ്ജിദ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ടാണ്. അത് ഇപ്പോഴും തന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ചരിത്രമേറെ കണ്ട ചാരിതാർത്ഥ്യത്തിൽ റമദാൻ എത്തിയതോടെ സജീവമായിരിക്കുകയാണ് സൂഖ് അൽ-ലൈൽ. ചരിത്രവുമായി അത്രയേറെ ഇഴചേർന്ന് നിൽക്കുന്ന ഒരിടമാണ് സൗദി അറേബ്യ. സൗദിയുടെ ചരിത്രവുമായി വീണ്ടും വരാം. യാമ്പുവിൽ നിന്നും നിയാസ് യൂസഫിനൊപ്പം വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1.